Aliens. നിൽക്കണേ, ഇപ്പൊ വരാമേ. രത്നമ്മയില്ല മോളെ? ഉണ്ട്. എന്നെ മോക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഉള്ളതല്ലേ? അതെ. അയ്യോ, ഇതാര്? തങ്കമണിയാ, വാടി കേറി വാ. ചായ എടുക്കാവേ. എന്റെ ദൈവമേ, എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. എത്രയോ ദിവസം കൊണ്ട് ഇവിടെ വരണമെന്ന് ആലോചിക്കുന്നുണ്ട്, പക്ഷെ സമയം കിട്ടണ്ടേ. ഇപ്പോഴാ ഒന്ന് സമയം കിട്ടിയത്. പിന്നെ പറയടി, നിന്റെ വിശേഷമൊക്കെ പറ കേക്കട്ടെ. വലിയൊരു വിശേഷം പറയാനാ വന്നത്. എന്തോന്നു? എന്റെ ഇളയ സഹോദരനില്ലേ, എന്റെ ഇളയ സഹോദരൻ, ആ സഹോദരന്റെ വീട്ടിലോട്ട് പോവുക ഞാന്. എന്തിന്? എന്തെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ആകെ ശ്വാസം മുട്ടല്ല. എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം, മരുമകൾക്ക് കുറ്റം. മരുമകൾ എന്തെങ്കിലുമൊക്കെ മോൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കും, അവനിപ്പോൾ എൻ്റെ കൂടെ വലിയ സ്നേഹമില്ല. ഞാൻ എന്തെങ്കിലും അവനോട് പറഞ്ഞവൻ പറയും അവൾ പറയണതേ കേൾക്കുള്ളൂ. അവന് വിപരീതമായിട്ട് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഇതെന്തൊരു കൂത്ത്. അല്ല, അവന് നിന്റെ കൂടെ വലിയ സ്നേഹമായിരുന്നല്ലോ. സ്നേഹമായിരുന്നു. അപ്പുറത്ത് മിണ്ടിക്കൂടെ ഇപ്പുറത്ത് മിണ്ടിക്കൂടെ ചെയ്യുന്ന എല്ലാം തെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സഹിച്ച് നിൽക്കാൻ പറ്റും? നമ്മളൊരു ജീവനുള്ളതല്ലേ. എന്താ ഞാൻ മറുപടി? ഇതിനൊക്കെ എന്തൊരു കഷ്ടമാണെന്ന് പറയത്. അതുകൊണ്ട് ഇനി ഇളയ സഹോദരൻ വിളിച്ചല്ലോ, അങ്ങോട്ട് പോവാ ഞാൻ. എത്രയോ ദിവസം കൊണ്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മതി, എനിക്കിപ്പോ വേണ്ട. എത്രയോ ദിവസം വന്ന് എന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നാടി, പക്ഷേ സമയം കിട്ടണ്ടേ. ഇന്ന് ഒന്ന് കിട്ടിയ സമയം, അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച്. നിന്നെ ഇനി എനിക്ക് എന്നാടി ഒന്ന് കാണാൻ കഴിയുന്നത്? എൻ്റെ ജീവൻ പിരിയുന്ന നേരം ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. നീ എന്നെ മറക്കില്ലെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. ഈശ്വരൻ എനിക്ക് സമയം തരുന്ന നിന്നെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണും. എടി, എവിടെ പോയാലും നീ തിരികെ ഇവിടെ തന്നെ വരണേ. വരണമെന്നാണ് ആഗ്രഹം. ഭഗവാൻ കൂടെ നമ്മൾ അനുവദിക്കട്ടെ അതിനു വേണ്ടി. നിന്റെ വീട്ടിൽ എങ്ങനെയാടി? നീ സുഖമല്ലേ? ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇതുവരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. എൻ്റെ മോൻ കണ്ടാൽ തന്നെ അറിയാം. ആരൊക്കെ ഉണ്ടായാലും ഒറ്റയ്ക്ക് ഒരു ദിവസം വിഷമിക്കേണ്ട ഒരു ദിവസം വരും. ഒറ്റയായി പോയല്ലോ എന്ന് അത് താങ്ങാൻ പറ്റൂല. നീ വിഷമിക്കരുത്, കരയാതിരിക്കുക. അല്ല, ചായ കുടിച്ചിട്ട് പോവാം. മതി, എനിക്ക് ഞാൻ ഇറങ്ങട്ടെ. ഒരെണ്ണോക്കട്ടെ? മതിയോ? കനകനവിടെ? ഏട്ടൻ എപ്പോഴേ പോയി. കഴിച്ചാ? ആ, അമ്മ മറ്റേ തങ്കമണി അമ്മയോട് സംസാരിച്ചോണ്ടിരുന്നില്ലേ, അപ്പൊ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ പോവുകയും ചെയ്തു. ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ്. ആ, ഭയങ്കര ധൃതിയായിരുന്നു. ഞാനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതുപോലെ നിന്നില്ല. നീ ഇനി എവിടെ പോകാൻ പോണു? ഞാനൊന്ന് കുടുംബശ്രീ വരെ പോയിട്ട് ഓടി വരാം. അമ്മ കഴിച്ചോളൂ അല്ല. പോട്ടിരാവേ. പെട്ടെന്ന് വരണേ. ആ, ആരൊക്കെ ഉണ്ടായാലും ഒറ്റയ്ക്ക് ഒരു ദിവസം വിഷമിക്കേണ്ട ഒരു ദിവസം വരും. ഒറ്റയായി പോയല്ലോ എന്ന്. ഹലോ. ആ, ഞാൻ എന്തോരം വിളിച്ച് കിട്ടിയില്ലല്ലോ. ഞാനെന്തിനാന്നോട് പറയണേ? സത്യം അതല്ലല്ലോ ചേച്ചി, സത്യം അതല്ലല്ലോ. എങ്ങനെ 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 എങ്ങനെ
മക്കളെ അല്ല അല്ല ആ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ്. ഞാനല്ല അവിടെ ആദ്യം വന്നത്. അതെങ്ങനെ? അതിനു മുമ്പ് സുശീലൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ നിങ്ങൾ വിളിക്ക് വിളിക്ക്. ആ ആ ആ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒറ്റ ഒരു കാര്യം പറയട്ടെ. ഇതങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ തന്നെ നിൽക്കുമല്ലേ. ഒന്നും അല്ലെങ്കിൽ ലില്ലിനോട് ചോദിക്കാമല്ലോ. അതൊന്നും ചെയ്യാതെ ഈ കണ്ട വഴി ഇത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യം എന്താ? അയ്യോ എനിക്കങ്ങ് പേടിയാവുന്നു. ഞാനല്ല ഇതൊന്നും പറഞ്ഞു നടന്നത്. എനിക്കതിൻ്റെ ഒരാവശ്യവും ഇല്ല. അല്ല ഞാൻ പറയട്ടെ, ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഈ നാട്ടിലുള്ള ആളല്ലേ അല്ലേ? ഒരു മിനിറ്റ് തക്കിടുവേ ഡാ, വേഗം ചെല്ല, പിള്ളേർ ഇപ്പൊ പോകും. ആ എന്താണെങ്കിലും അത് മോശമായി പോയി ചേച്ചി. ലില്ലി വന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനങ്ങ് അയ്യടാന്നായിപ്പോയി. ഞാൻ അന്നേരം മുതൽ വിളിക്കുക നിങ്ങളെ. അതെ റൊണാൾഡോ എവിടെ? ഓ സോറി പറയണ പോലെയാണോ കാര്യങ്ങള്? എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താന്നാ രാവിലെ പണി? നീ വല്ലതും കഴിച്ചായിരുന്നാ? അല്ലടാ, പിന്നെ ഇന്നലെ രാത്രി റോസ്മേരി ലില്ലിയെ വിളിക്കുന്നത് കേട്ടായിരുന്നു. നിന്നെ വിളിച്ചാ? വിളിച്ചു, ഞാൻ എടുത്തില്ല. എന്തിനാ തലവേദന? അല്ലടാ, പിന്നെ റോസ്മേരി നിന്റെ അമ്മച്ചിയും കൂടെ നല്ല സ്നേഹത്തിൽ തന്നെ ഇപ്പോഴും. സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ കണ്ണി കണ്ട സകല സമയം പഴക്കാം. ഓന്ത് പോലും ഇത്ര പെട്ടെന്ന് നിറം മാറത്തില്ല. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാവും. അമ്മച്ചി അങ്ങോട്ട് തുടങ്ങുമ്പോൾ അവള് നിർത്തും, അവള് നിർത്തുമ്പോൾ വീണ്ടും അമ്മച്ചി സ്റ്റാർട്ട്. അവർ രണ്ടുപേരുടെ നിർത്തുമ്പോൾ പിന്നെ അത് അപ്പനെ ഏറ്റുപിടിക്കും. ശരിക്കും പറഞ്ഞാൽ കൊടങ്ങാനുള്ള ചന്തയിൽ പോലും ഇത്ര ബഹളം കാണാം. അല്ലടാ, അതെന്തോ ആയിക്കോട്ടെ, ഈ മിണ്ടാനും പറയാനും ഒക്കെ ആളുള്ളതൊരു നല്ല സുഖമല്ലേടാ? ആളുണ്ടോന്ന് ഉച്ച കഴിയുമ്പോഴത്തേന് അപ്പുറത്തുനിന്ന് ബീഡിയമ്മച്ചി വരും. ബീഡിയമ്മച്ചിയാ? കിഴക്കേ പറമ്പിൽ താമസിക്കുന്ന ഒരു അമ്മച്ചി ഒരു ദിവസം 2 പേർ വീടി വരും. അത് ഞങ്ങൾ പിള്ളേരെല്ലാവരും ഇട്ട പേരാ ബീഡിയമ്മച്ചി. ബീഡിയമ്മച്ചി ഇങ്ങോട്ട് വരും, കുറേ നുണകൾ വന്നിരുന്നോണ്ട് പറയും. 4 മണിയാകുമ്പോൾ ചന്ത ചുണ്ണാമ്പ് വയ്ക്കുന്ന ഒരു രുക്കമ്മ വരും. പിന്നെ ചുറ്റുവട്ടത്തുള്ള ചിതാവസ്ഥൻ ടീമെല്ലാം കൂടെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു വൃത്തസ്ഥാനത്തിലേക്കുള്ള അത്യാവശ്യം അമ്മച്ചിമാർ അപ്പൂമാരെല്ലാം കൂടെ കാണും. നാട്ടിലെ കൊതിയും നുണയും അതിനിടയ്ക്ക് വഴക്കും ചില്ലറ പഞ്ചസാര കാപ്പി എപ്പടിയാന്ന് നേരം. അയ്യോ, അതെന്തോ ആയിക്കോട്ടെടാ. ഈ വയസ്സുകാലത്തെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണം ഈ വയസ്സായവർക്ക്. അവർക്കതൊരു ആശ്വാസമാണെടാ. അതെ അതെ. ഭർത്താവേ, എന്താടാ അമ്മച്ചിയോട് മിണ്ടിയും പറഞ്ഞപ്പോ എനിക്ക് പണിയായല്ലോ. എന്ത്? അടിച്ചെടുക്കേണ്ട സാധനം ഞാൻ തിരിച്ച് റീഫിറ്റ് ചെയ്യാം. ഒന്ന് പോയി തരാം, ഞാൻ ഈ ജോലി തീർത്തട്ടെ പ്ലീസ്. പൊന്നി ചേച്ചി, പഞ്ചായത്ത് ഓഫീസിലിരുന്ന് ഞാൻ ഉരുകിപ്പോയി. അത്രക്കും ചൂടാ? ചേച്ചിക്ക് തമാശ, അവിടെ കിടന്ന് അനുഭവിച്ചത് ഞാനാണ്. എന്തിനാ അനുഭവിക്കുന്നത്? അതൊക്കെ അതിനൊക്കെയുള്ള ചുമതല നിനക്കുണ്ട്. അങ്ങനെയാണെങ്കിലേ പൈസ അടക്കാത്തവരുടെ ലിസ്റ്റിൽ ഫസ്റ്റ് പേര് ചേച്ചിയുടെയാണ്. ഞാൻ ഇവിടെ വന്ന് ചേച്ചിയുടെ അടുത്ത് കുത്തിന് മേടിച്ച് മേടിക്കട്ടെ? എടി, ഈ കരക്കാര് മുഴുവൻ പൈസ തരാനുണ്ട്. അവരുടെ ഒന്നും കുത്തിന് നിനക്ക് പിടിക്കാൻ പറ്റില്ല. നീ ഓടി വന്ന് എന്റെ കുത്തിന് പിടിക്കണ എന്താ? പിടിച്ചോ, പക്ഷെ ക്ലീറ്റോന്റെ കുത്തിന് പിടിക്കണം. അതൊന്നും എനിക്കറിയണ്ട. ചേച്ചിയാണ് പൈസ എടുത്തേക്കുന്നത്. ക്ലീറ്റോ ചേട്ടൻ അവിടെ ഒന്നും പൈസ എടുത്തിട്ടില്ല. നിന്റെ ആദ്യം തന്നെ ഈ അഹങ്കാരം മാറ്റ്. എന്റെ ചേച്ചി, ഞാൻ അവിടെ നിന്ന് കേട്ടിട്ട് വന്നതാണ്. കേട്ടിട്ട് വരും. അവര് ചീത്ത പറയും, അവരിനി തരില്ല എന്നൊക്കെ പറയും. അത് നിന്റെ ചുമതലയാ. നീ പ്രസിഡന്റാ. ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് താല്പര്യമേ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ വർഷം ഭരണത്തിലിരുന്നവരുടെ പിടിപ്പ് കേട് കൊണ്ടാണ് ഇപ്പൊ ഇരിക്കുന്ന ഭരണസമിതി ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരുന്നത്. ഞാനിപ്പോ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാറ് അയ്യോ തങ്കം വാ എന്ന് പറഞ്ഞത് ഇങ്ങനെ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് അവിടെ കിടക്കുന്ന ചൂലൊരു തലമണി കഴിച്ചിട്ട് പറയും പോവാൻ പറയും. പിന്നെ നിനക്ക് കഴിവില്ല.
ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാനായിട്ട് കഴിവില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും കൊച്ചു നാളെ തരാന്ന് പറഞ്ഞാൽ നീ എന്നാ ശരി എന്ന് പറഞ്ഞ് പോകും. നിനക്ക് വായിട്ടിളക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ് എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റണവരെ പറഞ്ഞ് പൈസ മേടിക്കും. എന്നിട്ട് എന്ത് പ്രയോജനം? കുടിശ്ശികയുണ്ടായിരുന്നില്ല. പിന്നെ വാർഷികം വരുമല്ലോ, അപ്പറിയാം എന്റെ കഴിവ് എന്താ. വാർഷികത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം. ഇപ്പൊ നീ ഇത്രയും അനുഭവിച്ചില്ല, ഇപ്പൊ തലവേദന എടുക്കണില്ലേ? ഇനി തല പൊട്ടും. വടി എടുക്കാൻ പോയിട്ടുള്ളൂ. വാർഷിക കണക്കെടുപ്പെന്ന് പറഞ്ഞ വേറൊരു സാധനം വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പെടുത്തിയതൊന്നുമല്ല, നിനക്ക് പെടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാ അനുഭവിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നീ വെച്ചൊഴിയണമെങ്കിൽ ഒഴിയ്. വെച്ച് കഴിഞ്ഞിട്ട് ആരാ കയറാൻ പണത് ചേച്ചിയാ? അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കുടുംബശ്രീയെ ഉണ്ടാവത്തില്ല. ഞാനിരുന്ന കസേരയിലാ നീ ഇപ്പോഴും ഇരിക്കുന്നത്. അമ്മ ആദ്യം വന്നായിരുന്നാ? വന്നായിരുന്നു. എന്നിട്ട് എന്താ ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞത്? അത് നീ എൻ്റെ കൂടെ ഒന്നും ചോദിച്ചില്ലല്ലോ. അത് കൊള്ളാം. ഞാൻ ഫോണിലായിരുന്നില്ലേ, പിന്നെ അമ്മേനോട് മിണ്ടണ എങ്ങനെയാ? ഓ, മാറാലോട് ചെന്നപ്പോ ക്ഷീണിച്ച അന്ന് മേലിട്ട് വരട്ടെ. അയ്യോ അമ്മ. പറമ്പ് പോയാലോ? പോയെന്ത്? എന്നാ അത് ചൂട് സമയമല്ലേ അമ്മ. ഇനി അങ്ങോട്ടുള്ള ഇളജന്തുക്കളൊക്കെ വെള്ളം കുടിക്കാനോ അതിനുവേണ്ടിയൊക്കെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ എങ്ങനെ അറിയും നമ്മള്? എടാ എത്രയെന്നും പറഞ്ഞ് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണോടാ. അല്ല, അമ്മക്ക് അങ്ങനെ പോണെന്നുണ്ടെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ, ഞാനും കൂടെ വരുമായിരുന്നല്ലോ. അല്ല, ഇതിന് എന്തിനാണ് പോകുന്നത്? ഇപ്പൊ സീസൺ സമയമാണോ? ചക്ക ഉണ്ടാ, മാങ്ങ ഉണ്ടാ, തേങ്ങ സമയത്ത് വെട്ടുന്നോണ്ട് തേങ്ങ അങ്ങനെ വീഴുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ ഇപ്പൊ അവിടെ പോണത്? ഇതിപ്പോ സുലിച്ചേച്ചി കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അമ്മയെന്ന് വിളിച്ച് തേരപ്പര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാന്. എന്റെ പൊന്നു ഞാൻ എന്റെ തല പെരുക്കുന്നത് പോലെ തോന്നുന്നു ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന്. നീ ഒരു കാര്യം ചെയ്യടാ, എന്നാ ഗിരിരാജന്റെ വീട്ടിൽ കൊണ്ടാക്ക്. ഇവിടെ ഇപ്പൊ എന്ത് കുഴപ്പം? അല്ലെ തന്നെ അവിടെ ഉത്സവം തുടങ്ങി അമ്മ. ഉത്സവം തുടങ്ങി അമ്മാവനാണെങ്കിൽ കമ്മിറ്റിയിലേക്ക് അംഗമാണ്. വലിയ ആളാ, കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആള്. കുറച്ച് ഫ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ പിറകെ നടക്കുന്നു. മീശം പിരിച്ച് വലിയ ആളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അമ്മ അവിടെ കാണാൻ കിട്ടൂല. ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ അമ്മായി പിന്നെ 10 ദിവസം അവിടെ തന്നെ ആയിരിക്കും. പിന്നെ അമ്മ അവിടെ പോയാലും ഒറ്റ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഇരട്ടയ്ക്കല്ലേ, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. എന്താ? ഒന്നുമില്ല, ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. ബന്ധു വീട്ടിലും പോണില്ല, പറമ്പിലും പോണില്ല. നിങ്ങൾ എന്നെ ഇവിടെ എങ്ങാനും പൂട്ടിയിട്ടാരാ? മതിയാ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ പൊന്നെ, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ സമ്മതിക്കും? നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം നോക്കി പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പറയാൻ നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. പറയില്ല, ഒന്നും പറയില്ല. പറഞ്ഞാലേ മനസ്സിലാവും. ഓ, ഞാനങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന്റെ പാട് അവരൊക്കെ അറിയണ്ടല്ലോ. അവരൊക്കെ അങ്ങനെ സർവീസ് അടിച്ചാ മതിയല്ലോ. ഓ ചേച്ചി, അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ അമ്മാവിന്റെ അടുത്തോട്ട് പോണം. എന്നിട്ട് നീ കൊണ്ടാക്കാതില്ലേ? കൊണ്ടാക്കടാ. ഉത്സവം നടക്കുകയല്ലേ ഇവിടെ? അതിനെന്താ? ഉത്സവത്തിനിടയിൽ അമ്മാവനാണെങ്കിൽ നിന്ന് തരാൻ നേരല്ലോ. ഉത്സവം അമ്മാവല്ലേ, ഉത്സവം ഇല്ല. ആ രീതിയിലാണ് അമ്മാവൻ നടക്കുന്നത്. എല്ലാം അമ്മാവന്റെ അമ്മായി ആണെങ്കിൽ കൈകൊട്ടിക്കളിയുടെ പുറകെ എല്ലാ ദിവസവും പ്രാക്ടീസിന് പോക്ക. കഴിഞ്ഞ ദിവസം എനിക്ക് ബാലരാമപുരത്തം കണ്ട് നിന്നിട്ടൊരു ഫോട്ടോ വെച്ച് തന്നിരിക്കുന്നു, കുറെ സെറ്റ് മുണ്ടിന്റെ. അതെനിക്ക് അയച്ചു തന്നായിരുന്നു. നല്ല രസമുണ്ടല്ലേ? അതെല്ലാം അമ്മായിയെ സ്പോൺസർ ചെയ്തേക്കണേന്ന് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ആണോ? നിന്റെ അടുത്ത് എന്തിനു പറഞ്ഞത്? കുടുംബത്തെ അറിയപ്പെടുന്ന ഒരു നർത്തകി ഉണ്ടായിട്ട് ഒരു ആവശ്യത്തിന് അമ്മായി വിളിച്ചിട്ട് നീ പോയാ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്? ഏട്ടാ, എനിക്കത് പോവാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവരുടെ സമയം എനിക്കും പറ്റില്ലായിരുന്നു, എന്റെ സമയം അവർക്കും പറ്റത്തില്ല. പക്ഷെ നിനക്ക് എങ്ങനെയെങ്കിലും പോവായിരുന്നു, എന്തെങ്കിലും കിട്ടിയേനെ. ആ സാരിയെങ്കിലും ഒരെണ്ണം കിട്ടിയേനെ. ഇതെല്ലാം അമ്മാന്റെ പൈസ തന്നെയല്ലേ ഈ പൊട്ടിച്ചത്, സമ്മതിക്കണം. ഇത് ഏറ്റവും വലിയ കോമഡി എന്നറിയാമോ? ഉത്സവമെല്ലാം കെങ്കമായിട്ട് നടത്തും, എന്നിട്ട് പോക്കറ്റ് തപ്പിയപ്പോൾ പൈസ മൊത്തം തീർന്നു. പിന്നെ ഇവിടെ എടാ കനക ക്ലീറ്റോ അറിഞ്ഞാടാ, എന്റെ പൈസ മൊത്തം പോയടാ. അതൊന്നുമില്ല, അമ്പലത്തിന്റെ കാര്യത്തിലമ്മ അവൻ അങ്ങനെ പറയൂല. അതെ, അതൊക്കെ വലിയ അഭിമാനാ.
ഇങ്ങനെ നിൽക്കും മീശയും പിരിച്ചു വെച്ച് ഇങ്ങനെ. നമ്മളോട് തലേന്ന് തന്നെ ചെല്ലണമെന്നാ പറഞ്ഞേക്കണത്. പോണം, ഉത്സവമല്ലേ, ഉത്സവം അടിച്ചു പൊളിക്കാനായിട്ട് പോകണം. നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും, പക്ഷേ നേതാവ് ഒരു അറിഞ്ഞൂടാ. അതെന്ത്? കഴിഞ്ഞ പ്രാവശ്യം കെട്ടുകാഴ്ച മുമ്പ് കുപ്പി ഒരെണ്ണം അകത്താക്കിയിട്ട് എന്തൊക്കെ ഡാൻസാണ് കാട്ടിക്കൂട്ടിയത്. എന്റെ ചമ്മൽ കാണും. ഏട്ടനും അത്ര മോശമൊന്നുമല്ല. ആ ഗാനമേളയുടെ സമയത്ത് ഏട്ടൻ ആ സൈഡിൽ നിന്ന് എന്ത് ഉള്ളൊക്കെ വരുന്നു. അതിൽ ചെറുതായിട്ട് അല്ലല്ലേ ഉറങ്ങിയത്? അറിയില്ല, ഉറക്കം വരുന്നുണ്ട്. അമ്മ ഉറങ്ങിയതാണ്? ഇല്ല, ഞാൻ ചൂടുവെള്ളം വെക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് കട്ടിലിൽ എഴുന്നേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാറൊന്നുമില്ല. അമ്മാവന്റെ വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞ ദേഷ്യമൊക്കെയാണോ? ഇനി അവിടെ ആരും ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ ഉണ്ടാക്കും? അമ്മയാണെങ്കിൽ ഉത്സവം തുടങ്ങിയ അവിടെ തന്നെ ആയിരിക്കും. പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ? മക്കളെ തുറന്നേ. മക്കളെ എനിക്ക് ആകെ പേടിയാവുന്നത് പോലെ. അല്ല, ഞാൻ ഒറ്റപ്പെട്ടതുപോലെ ഒരു തോന്നല് ഇപ്പൊ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. അത് കൊള്ളാം. അമ്മേനെ ആരാ ഇവിടെ ഒറ്റപ്പെടുത്തുന്നത്? അല്ല, ഇന്ന് തന്നെ കനക പോയിട്ട് ഒരു അക്ഷരം എൻ്റെ അടുത്ത് മിണ്ടാതെ പോയി. ലില്ലിയും പോയി. അപ്പൊ പിന്നെ ആകെ വിഷമമായി. എന്നാ തക്കത്തിന്റെ വീട്ടിലോട്ട് വിചാരിച്ചു ചെന്നപ്പോഴത്തേക്ക് അവളാണെങ്കിൽ ഫോണിൽ കലപില്ലാന്ന് എന്തോരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി എന്നെ നോക്കാനും മിണ്ടാനും ഒന്നും ആരുമില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ പറമ്പിലോട്ട് പോയിരുന്നത്. അമ്മേനെ ഇവിടെ ആരും ഒറ്റപ്പെടുത്താനാ? അമ്മക്ക് വെറുതെ തോന്നണത് അങ്ങനെയൊക്കെ. ഇവിടെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാരാ? അമ്മയല്ലേ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അമ്മ പറയും പോലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതിനിടെ ചിലപ്പോൾ അമ്മയെ ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ പറ്റിയെന്ന് വരില്ല. എന്നിരുന്ന് അമ്മയുടെ സ്നേഹമില്ലെന്നാണ് വിചാരിച്ചേക്കുന്നത്. അമ്മ പറയുന്ന പോലെയല്ലേ ഇവിടെ എല്ലാ കാര്യവും? അല്ല, അതെനിക്കറിയാം മക്കളെ. ഈ പ്രായമായ അമ്മമാരുടെ മനസ്സ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ മക്കളെ. ഞങ്ങൾക്ക് പ്രായമായവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതില്ലാതെ വരുമ്പോൾ ഉള്ള ഒരു വെപ്രാളമാണ് എനിക്കെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾക്ക് കുശുമ്പ് പറയാനും ഗുന്നായ്മ പറയാനും ഒക്കെ കാണത്തില്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വയ്യെന്നറിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ ആ ഒരു വെപ്രാളം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ. അതൊക്കെ അല്ല മക്കളെ, നിങ്ങൾ പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എന്തോന്നാണ്? രാഷ്ട്രീയക്കാരുടെ കാര്യം, ഉദ്യോഗത്തിൻ്റെ കാര്യം, നാട്ടുകാരുടെ കാര്യം, നാട്ടിൻ്റെ കാര്യം, ഇതൊക്കെയല്ലേ നോക്കുന്നത്. ഞങ്ങളെ പോലുള്ള പ്രായമായ ഒരു പേപ്പർ നോക്കുന്നത് ചരമക്കോളമാണ്. അയ്യോ, അവള് മരിച്ച അവൾക്ക് എത്ര വയസ്സായി, ഇതൊക്കെയാണ് നോക്കുന്നത്. ആ ഒരു അമ്മയുടെ എന്താവശ്യത്തിനും ഏതാവശ്യത്തിനും ഞങ്ങൾ ഇടവും പോലും ഇല്ലേ അമ്മ? എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണമെന്ന്. എനിക്കൊരു ഇത്തിരി ആശ്വാസം ഉണ്ടാവും. ഇനി എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറയാം പോരെ? ഞാൻ അതിനല്ലേ നേരത്തെ അങ്ങോട്ട് വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്ന് ചോദിച്ചാ അന്നേരം പറഞ്ഞുകൂടായിരുന്നു എൻ്റെ അടുത്ത്. ഇനി നമ്മളെല്ലാം അങ്ങനെ അമ്മ പറയും പോലെ അല്ലേ ഇവിടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യണത്. എൻ്റെ അമ്മ ഇതൊന്നും അല്ലടേ. രത്നമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വാടാ, എന്താടി നോക്കണത്? അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് വഴക്കും പറഞ്ഞു കുശുമ്പും കുന്നായ്മയും വഴക്കൊക്കെ പറയുന്ന ആളല്ലേ വേണ്ടത്? മുത്തുരാമന്റെ ഭാര്യ ഇതൊന്നും അല്ല. അയ്യേ, നമ്മളിവിടെ കരയിപ്പിക്കേണ്ടത് രാത്രി ഉറങ്ങാനും സംഭവിക്കില്ല. ഇനി അമ്മ ഇനി എന്തായാലും അവിടെ കിടക്കണ്ട, ഇവിടെ കിടന്നാ മതി. ഇവിടെ കിടന്നാൽ പേടിച്ച് എന്റെ അത് അവളാണോ തീരുമാനിക്കുന്നത്? എന്റെ വീട്ടിൽ എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അറിയാമോ? ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറ കേക്കട്ടെ. ഒന്നുകൂടെ പറ, വഴക്ക് പറ, വഴക്ക് പറ. ഇവിടെ ആര് താമസിക്കുന്നത് പറയാമോ? ഒന്നുകൂടെ പറ കേക്കട്ടെ. ഇവിടെ ആര് കിടക്കണം എവിടെ കിടക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. ഇത് എന്റെ വീടാണ്. Audience.